ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ സാധാരണ ഈ പ്രൈവറ്റ് കമ്പനികളുടെ പാല് വാങ്ങാറില്ല. ഇന്നലെ അബദ്ധത്തിൽ വാങ്ങിയതാണ്. വൈകുന്നേരമാണ് വാങ്ങിയത്. ഇന്ന് രാവിലെ കവർ പൊട്ടിച്ച് ചായ ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ചു. തേയിലയും ഇട്ടു. കുറച്ച് കഴിഞ്ഞത് തിളച്ചപ്പോൾ വാങ്ങി അരിപ്പയിൽ ഒഴിച്ചപ്പോൾ കട്ട കട്ടയായിപ്പോയി. വീണ്ടും രണ്ടാമത് പരീക്ഷിച്ചു. സെയിം പിരിഞ്ഞ പാലായിരുന്നു ആ കവറിൽ. സാധാരണ മിൽമ പാലാണ് ഉപയോഗിക്കുന്നത്. മിൽമ കിട്ടാത്തത് കൊണ്ടാണ് ഈ പാൽ 2 കവർ വാങ്ങിയത്. ഈ 2 കവറും പിരിഞ്ഞുപോയി. രാവിലെ ചായ കുടിയും മുട്ടി. പെട്ടെന്ന് പിന്നെ വണ്ടി എടുത്ത് പോയി മിൽമ പാൽ വാങ്ങിക്കൊണ്ടുവന്നാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്. രാവിലെ ചായ കുടിക്കുന്നത് ഏത് മലയാളിയുടെയും ഒരു ശീലമാണ്. അതെൻ്റെയും ശീലമായിപ്പോയി. പാല് പിരിഞ്ഞത് പോട്ടെ, ആ പാൽ തന്ന കടക്കാരനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പാലിൻ്റെ കവറിൽ കണ്ട അവരുടെ നമ്പറിലൊന്ന് വിളിച്ച് ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. പല പ്രാവശ്യം വിളിച്ചു. ഒരു മ്യൂസിക് മാത്രം കേൾക്കുന്നതല്ലാതെ ആരും അത് എടുത്തില്ല. മിൽമയേക്കാളും 2 രൂപ അധികം കൊടുത്താണ് ഈ പാൽ വാങ്ങിയത്. അതും 1/2 ലിറ്റർ അല്ല, 450 മില്ലിയേ ഉള്ളൂ. അവിടെയാണ് തട്ടിപ്പ്. അതിനാണ് 54 രൂപ, അതായത് ഒരു കവറിന് 27 രൂപ കൊടുത്തത്. അതായത് 450 മില്ലിക്ക് 27 രൂപ. അത്രയും കൊടുക്കുമ്പോൾ മിൽമ 500 മില്ലി, അതായത് 1/2 ലിറ്റർ 26 രൂപയ്ക്ക് കിട്ടും. വില കൂടുതൽ ഏത് പാലിനാ? ഇത് തമ്മിലുള്ള വ്യത്യാസം അവർ പറയുന്നത് ഈ സ്വകാര്യ പാലിന് കൊഴുപ്പ് കൂടുതലാണെന്ന്. ചായക്ക് കൊഴുപ്പ് കിട്ടുമത്രേ, മിൽമയ്ക്ക് കൊഴുപ്പ് കുറവാണത്രേ. അങ്ങനെയെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാലല്ലേ നല്ലത്? എൻ്റെ ഒരു സംശയമാണ്. ആളുകളെ ഇങ്ങനെയും പറ്റിക്കണോ? ഇതൊരു തരം നൈസ് പറ്റിക്കലല്ലേ? അളവിൽ കുറച്ച് കൂടുതൽ കാശ് വാങ്ങിക്കുക. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിക്കും ഈ കവർ പാലിൻ്റെ അളവ്? എല്ലാവരും ശ്രദ്ധിക്കാറില്ല. മിക്ക ആളുകളുടെയും വിചാരം 1/2 ലിറ്റർ പാലുണ്ടെന്നാണ്. സാധാരണ ഒരു കവർ പാൽ 1/2 ലിറ്ററാണ്. അത് ഈ കമ്പനിക്ക് 450 മില്ലിയേ ഉള്ളൂ. 50 മില്ലി അതിലും കുറവ്. വില 1 രൂപ കൂടുതൽ. ഇതുപോലുള്ളവരെ നിയന്ത്രിക്കാൻ ഇവിടെ നിയമമൊന്നുമില്ലേ? പാലിന്റെ വിലയും തൂക്കവും അളവും ഏകീകരിക്കണം. തോന്നിയ വില ഈടാക്കാൻ അവസരം കൊടുക്കരുത്. ജനങ്ങളെ പിഴിയാൻ ഇവന്മാരെ പോലുള്ള ആളുകൾ മിടുക്കന്മാരാ. അവർ നൈസായി പറ്റിക്കും. ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റരുത്. നോക്കിക്കണ്ട് തന്നെ വാങ്ങിക്കണം. ഇനി എൻ്റെ ഒരു സംശയം, ഇതിൽ കൊഴുപ്പ് കൂടുതലാണെന്ന് പറയുന്നത് അതെങ്ങനെയാണ്? കൊഴുപ്പ് കൂടാൻ വല്ലതും ചേർക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിലെ നാടൻ പശുക്കളുടെ പാലിനൊക്കെ കൊഴുപ്പ് ഇതിൽ കുറവാണ്. അപ്പോൾ കൊഴുപ്പ് കൂട്ടാൻ വല്ലതും ചേർക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അറിയില്ല, എൻ്റെ ഒരു സംശയം മാത്രമാണ്. ഇനി കൊഴുപ്പ് കൂടിയ പാലുള്ള പശുക്കളോ എരുമകളോ ഉണ്ടോ എന്നാണ് എൻ്റെ മറ്റൊരു സംശയം. അതും അറിയില്ല. സ്വന്തം ഫാമിലെ പാലാണെന്നൊക്കെയാ പറയുന്നത്. ശരിയാണോ എന്നും അറിയില്ല. അവർ ഒരുപാട് പാലൊക്കെ വിൽക്കുന്നുണ്ടെന്ന അവരുടെ അവകാശവാദം. ഇത്രയും പാലൊക്കെ കിട്ടണമെങ്കിൽ എന്തുമാത്രം പശുക്കളെയും എരുമകളെയും വളർത്തണം? ഇതൊക്കെ ശരിയാണോ? ആർക്കറിയാം? ഈ മായാജാല വിദ്യ